ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും കണി വെച്ചോ, പടക്കം പൊട്ടിച്ചോ? ഞങ്ങൾക്ക് ഇവിടെ വിഷു ഇല്ല കേട്ടോ. പക്ഷേ കണി മുടക്കണ്ടെന്ന് വിചാരിച്ച് കണി വെച്ചിട്ടുണ്ട് കേട്ടോ. പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല. രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ? ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഓണത്തിന് മാത്രമേ ഇവിടെ വെജ് ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണേ. ബിരിയാണിയിലേക്ക് കുറച്ച് ചിക്കൻ പൊരിക്കാനും മാറ്റിയിട്ടുണ്ട്. ചേച്ചി ആണെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഇതൊക്കെ വറുത്ത് കോരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, കൈനീട്ടം വേണ്ടേ? 3 പേർക്ക് 1000 രൂപ കൈനീട്ടം തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 പേര് അങ്ങ് സെലക്ട് ചെയ്താലോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന 3 പേര് ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്ത് തരണം. ഏത് അക്കൗണ്ടിൽ നിന്നാണോ നിങ്ങൾ കമന്റ് ഇട്ടത് ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ വേണം ഈ വീഡിയോയിലും കമന്റ് ഇടാൻ കേട്ടോ. ഇനി ഒട്ടും സമയം കളയണ്ട. ആ 3 പേര് ആരൊക്കെയാണെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ. വിനീഷ, ഷിംല, സുമയ്യ, നജീം. ഈ 3 പേർക്കാണ് ഇപ്രാവശ്യത്തെ വിഷുവിന് ഞാൻ കൈനീട്ടം കൊടുക്കുന്നത്. 3 പേർക്ക് കൺഗ്രാചുലേഷൻ. സന്തോഷമായില്ലേ? കിട്ടാത്തവര് വിഷമിക്കണ്ട. ഇങ്ങനത്തെ ഗീവ് അവേസ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതാണ് കേട്ടോ. ഞാനിവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോഴേക്ക് ബിരിയാണി ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചില അറ്റകുറ്റപ്പണികൾ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് ദമ്മിടണം, ചിക്കൻ പൊരിക്കണം, മീൻ പൊരിക്കണം. അപ്പോഴാണ് ഏട്ടൻ മീനായിട്ട് വന്നത് കേട്ടോ. മീൻ കൊണ്ടുവരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ചേച്ചിന്റെ എംടെക്കിന്റെ 3rd സെമസ്റ്റർ റിസൾട്ട് വന്നു. 92% മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ മീനും അതുപോലെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ. ഉണ്ണിയേട്ടന്റെ ഫ്രണ്ട്സ് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീകുട്ടനാണെങ്കിൽ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് ബിരിയാണിക്കുള്ള സാലഡ് ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചേച്ചി ആണെങ്കിൽ മീനൊക്കെ ഇവിടെ പൊരിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എന്താ, ഇരിക്കുക, ഫുഡ് കഴിക്കുക. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണെങ്കിൽ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ വിചാരിച്ച പോലെയല്ല, കിട്ടിയിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചതും സൂപ്പർ ആയിരുന്നു. നല്ല മാർക്ക് കിട്ടിയ വകയില് മീൻ കൂടാതെ ഏട്ടൻ കൊണ്ടുവന്ന വേറൊരു സാധനമാണ് കേട്ടോ ഇത്, ഐസ്ക്രീം. അങ്ങനെ ബിരിയാണിയൊക്കെ തട്ടി അതിന്റെ പുറത്തായിട്ട് ഐസ്ക്രീമും കഴിച്ച് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അവോ ടാറ്റാ.